ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്കാനിങ് സിസ്റ്റമാണ് QR കോഡ് സ്കാനിങ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനും അതേപോലെ ഗൂഗിൾ പേയിലുള്ള പേയ്മെൻറ്റുകൾ നടത്താനും അതുപോലെ നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പല ഡിവൈസുകളുമായിട്ട് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ QR കോഡ് ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും നമ്മളറിയാതെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ഈ QR കോഡിന് കഴിയും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് ഉണ്ട്, അതൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ പാസ് കീ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, പാസ് കീ ലിങ്ക്ഡ് ഡിവൈസ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും QR കോഡ് സ്കാൻ ചെയ്ത് ഒട്ടുണ്ടെങ്കിൽ ആ QR കോഡ് ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ഫോണുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കാണിക്കുന്നതായിരിക്കും യുവർ ലിങ്ക്ഡ് വിത്ത് അതർ ഡിവൈസ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് ക്ലിയർ ചെയ്ത് കളയുക. കണ്ടോ, എൻ്റെ ഫോണിൽ ഒരു ഡിവൈസും ഇല്ല. നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ലിങ്ക്ഡ് വിത്ത് അതർ ഡിവൈസ് എന്ന് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ താഴെ ക്ലിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അടുത്ത് ക്ലിയർ ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഫോണിൽ ഇത് ഡിസേബിൾ ആണ്, നിങ്ങളുടെ ഫോണിൽ അത് എനേബിൾ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഫോൺ നമ്പർ ഷെയറിംഗ് എനേബിൾ ആണെങ്കിൽ നിങ്ങളറിയാതെ ഗൂഗിൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതുമൂലം നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആഡ്സും പരസ്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്താലും അത് ഗൂഗിളിൻ്റെ ഷെയറിങ്ങിലേക്ക് പോകുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ഈ ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസ് പ്രൊട്ടക്റ്റ് ചെയ്യുക.